ഹായ് എവ്രിവൺ. അപ്പോൾ നമുക്കിന്ന് ബാക്കി വന്ന ചോറ് വെച്ചിട്ട് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. മറ്റൊന്നുമല്ല, നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് റൈസ് കസ്റ്റാർഡ് ആണ് കേട്ടോ. ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കുറച്ച് ചോറുണ്ടെങ്കിൽ വീട്ടിൽ എങ്ങനെയാണ് അടിപൊളി കസ്റ്റാർഡ് റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടി ചേർത്ത് തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമുക്ക്. ഇനി ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, മധുരം ഇഷ്ടമാണെങ്കിലേ. അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചോറ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരം നമ്മുടെ ചോറ് പാലിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഒരു 3-4 മിനിറ്റ് തിളച്ചതിന് ശേഷം, ചോറ് കിടന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കസ്റ്റാർഡിന്റെ മിക്സറോട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡിന്റെ മിക്സർ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ നിർത്താതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കസ്റ്റാർഡിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഒന്ന് ചൂടാറിയതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും കേട്ടോ. നമ്മൾ വാങ്ങുന്നതിനേക്കാളും കുറച്ചുകൂടെ കട്ടിയാവും. അപ്പോൾ അതിനനുസരിച്ച് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് നട്ട്സ് കൂടെ ഗ്രേറ്റ് ചെയ്ത് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ റൈസ് കസ്റ്റാർഡ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് കസ്റ്റാർഡ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കല്ല കേട്ടോ. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.